ഹലോ ഗേസ്, പത്തരമാൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജാനകിയും അനാമികയും കൂടെ ദേവയാനീനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ചെല്ലും കേട്ടോ. അത് കഴിയുമ്പോൾ ദേവയാനിയോട് പറയുന്നുണ്ട്, ആ നവ്യയും കൊണ്ടുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, നയനെ അവിടെ ഇല്ലാത്തതിൻ്റെ ഒരു സമാധാനമുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എന്തായാലും ഈ അവസ്ഥയിൽ അച്ഛനും അമ്മയും പറഞ്ഞാൽ പോലും ആദർശ് നയനയും കൂടെ കൂട്ടിക്കൊണ്ട് വരാൻ സാധ്യതയില്ല. അവരെക്കാളും മോശം സ്ഥിതിയിലാണല്ലോ ഞാനിപ്പോൾ കിടക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നതേ അവർ കേൾക്കുള്ളൂ. അവളെന്തായാലും അവളുടെ വീട്ടിൽ തന്നെ നിൽക്കട്ടെ, ആദർശ് മലയ്ക്ക് പോയിട്ട് വരുന്നവരെ അങ്ങനെ തന്നെ വേണ്ടത് എന്നൊക്കെ പറയും കേട്ടോ. അതൊക്കെ കേട്ടിട്ട് ജാനകി വരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അവളല്ലേ വീട്ടിലെ ഫുഡ് ഉണ്ടാക്കുന്നേ, എല്ലാവർക്കും ഫുഡിലൂടെ എന്തോ കൈവശം തരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ വീട്ടിലെ ആണുങ്ങളൊക്കെ ഇങ്ങനെ തലതിരിഞ്ഞു പോവോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അത് കേട്ട് ദേവയാനി പറയാം, അത് പറയാൻ പറ്റുമല്ല, കാരണം അവളുണ്ടാക്കുന്ന ഫുഡല്ലേ നമ്മളും കഴിക്കുന്നത്, എന്നിട്ട് നമുക്കാർക്കും അവളോട് താല്പര്യമില്ലല്ലോ. എന്തായാലും നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അത് കഴിയുമ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, എനിക്ക് കരൾ തന്ന ആ കൊച്ചിനെ കണ്ടായിരുന്നോ? എനിക്ക് ആ കൊച്ചിനെ ഒന്ന് കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, ഇങ്ങനെ വേണം പെൺകുട്ടികളായാലെന്ന് ഞാൻ എപ്പോഴും ആദർശനോട് പറയാറുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അതേസമയം മുത്തശ്ശന് ചായയൊക്കെ ആയിട്ട് മുറി വരുവാണ്. ചായയൊക്കെ കുടിച്ചിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, നയനമോളില്ലാത്തതുകൊണ്ട് വീടാകെ ഉറങ്ങിയൊരവസ്ഥയാണ്, നമുക്കൊന്ന് മോളെ കാണാൻ പോയാലോടോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. ഇദ്ദേഹം മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. മുത്തശ്ശിയും പറയുന്നുണ്ട്, ഞാനും അങ്ങ് ചോദിക്കാനിരിക്കുമായിരുന്നു, പിന്നെ ഇദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്നോർത്ത് ചോദിക്കാതിരിക്കുമായിരുന്നു എന്ന് പറയും കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, പണ്ട് ആൾക്കാരെ വരച്ച വരയെ നിർത്താനുള്ള കഴിവുണ്ടായിരുന്നു, ഇപ്പോൾ അസുഖമൊക്കെ ബാധിച്ചുകൊണ്ട് മരുമക്കൾ പറയുന്നതും കുറേയൊക്കെ കേട്ട് ഒതുങ്ങി നിൽക്കേണ്ട അവസ്ഥയായിട്ടുണ്ട്. സാരമില്ല, എന്തേലും ആട്ടെ, മോളെ ഒന്ന് പോയി കാണാം, അതൊരാശ്വാസമാണ് എന്നൊക്കെ പറയും കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും അനാമിക പയ്യെ ദേവയാനിനെ സോപ്പിടാൻ തുടങ്ങുവാണ്. എന്നിട്ട് പറയാണ്, അച്ഛൻ പറഞ്ഞായിരുന്നു വല്യമ്മയ്ക്ക് കരൾ തന്ന കുട്ടിക്ക് എത്ര ലക്ഷം വേണമെങ്കിലും കൊടുക്കാൻ അച്ഛൻ റെഡിയാണ് എന്നുള്ള രീതി പറയും കേട്ടോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഞാനും അത് ആദർശനോട് പറഞ്ഞു, പക്ഷെ എന്ത് ചെയ്യാനാ മോളെ പോലെ ഒരു നല്ല കുട്ടിയാണ്, കാശും ഒന്നും പ്രതീക്ഷിച്ചല്ലല്ലോ അത് ചെയ്തത് എന്ന് പറയും കേട്ടോ. അത് കഴിയുമ്പോൾ ദേവയാനിക്ക് കഞ്ഞി കൊടുക്കുവാണ് കേട്ടോ അനാമിക. കഞ്ഞിയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ സാരി കൊണ്ട് ചുണ്ടൊക്കെ തൂത്ത് കൊടുക്കുമ്പം മനസ്സിൽ വിചാരിക്കുവാണ് കേട്ടോ അനാമിക, ഇവർ എച്ചിൽ തൂക്കേണ്ട അവസ്ഥ വന്നല്ലോ എനിക്ക്, എന്തൊരു ഗതികേടാണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിട്ട് ചോദിക്കുകയാണ്. വല്യമ്മയ്ക്ക് വാ കഴുകാൻ വെള്ളം എടുത്ത് തരട്ടെ എന്നൊക്കെ ചോദിക്കും കേട്ടോ. ഇതൊക്കെ തീരെ ഇഷ്ടപ്പെടാതെയാണ് ചോദിക്കുന്നത്, എങ്കിലും ഇതൊക്കെ ചെയ്തല്ലേ പറ്റുള്ളൂ എന്നോർത്ത് ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും ദേവയാനി വേണ്ട മോളെ എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ ഇവർ ദേവയാനിക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങ് പെട്ടെന്ന് ആദർശ് കയറി വരുവാണ്. അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, നീ വന്നോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും ആദർശിനെ കണ്ടപാടെ അനാമിക പറയാം, ഇനിയിപ്പോൾ ആദർശേട്ടൻ വന്നല്ലോ, എന്നാൽ ഞങ്ങൾ പയ്യെ പോയിട്ട് വരാം വല്യമ്മേ എന്ന് പറയും കേട്ടോ. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, മോള് പെട്ടെന്ന് പോവാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, അല്ല ആദർശേട്ടൻ വന്നില്ലേ, അപ്പോൾ ആദർശേട്ടൻ ഇവിടെ ഉണ്ടാവുമല്ലോ എന്നിങ്ങനെ പറഞ്ഞ് പയ്യെ തടി തപ്പാൻ നോക്കും കേട്ടോ. എന്നിട്ടെല്ലാം പെട്ടെന്ന് പായ്ക്കുകയാണ് അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോഴും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ ഒരു ഗതികേട്, ഇതെല്ലാം പറക്കി കൂട്ടേണ്ട വരുന്നല്ലോ എന്നോർത്ത് ഓരോന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും ഇവരങ്ങ് പോയി കഴിയുമ്പോഴേക്കും ആദർശനോട് പറയുവാണ് ദേവയാനി, മോളെ നോക്ക്, എന്ത് നല്ല കൊച്ചാ, എനിക്ക് ഫുഡൊക്കെ എടുത്ത് തരുമോ, എന്നെ സ്നേഹിക്കുന്നതൊക്കെ നീ കണ്ടില്ലേ, എന്നിട്ടും നിനക്കും എനിക്കൊന്നും അവളെ എന്താണ് മനസ്സിലാവാത്തത്, നിങ്ങളൊക്കെ ഇപ്പോഴും ആ നയന എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതിന് കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത് എന്നൊക്കെ പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴും ആദർശ് പറയുന്നുണ്ട്, അമ്മേ ഹോസ്പിറ്റലിൽ കഴിയുമ്പോൾ ആൾക്കാർക്ക് വേറൊരു മാനസികാവസ്ഥയാണ്, ശരി ഏതാ തെറ്റേതാണെന്നൊന്നും മനസ്സിലാവില്ല, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, അമ്മയ്ക്ക് എല്ലാം മനസ്സിലാവുന്ന ഒരു ദിവസം വരും എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ദേവേനെ ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ ശരിയെന്ന് ഉദ്ദേശിച്ചത് ആരെയാ, നിൻ്റെ ഭാര്യേനെയാണോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. ആദർശം ഒന്നും മിണ്ടുന്നില്ല. അത് കഴിയുമ്പോൾ ദേവേനെ ചോദിക്കുന്നുണ്ട്, എനിക്കെന്തായാലും ആ പെങ്കൊച്ചിനെ, എനിക്ക് കരൾ പകുത്തുന്ന കുട്ടീനെ ഒന്ന് കാണണം, അതുപോലൊരു പെങ്കൊച്ചെങ്ങാനുമായിരുന്നു എൻ്റെ മരുമകളായിട്ട് വന്നിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അത് കഴിഞ്ഞ് ഇതൊന്നും കേട്ട് ഒന്നും മിണ്ടാതെ ആദർശം അവിടെ നിന്ന് ഇറങ്ങി വരുവാണ്. ഇറങ്ങി വന്നു കഴിയുമ്പോൾ ജയനോട് നടന്ന കാര്യമൊക്കെ പറയും കേട്ടോ. അപ്പം ജയൻ പറയുക, അത് നേരാ, ഇപ്പം മരുമോളെ പുകഴ്ത്താനേ അമ്മായിയമ്മയ്ക്ക് സമയമുള്ളൂ എന്ന് പറയുള്ളൂ. ഇത് കേൾക്കുന്ന ആദർശിക്കും എന്നിങ്ങനെ ഞെട്ടി ചോദിക്കുമ്പോഴേക്കും ജയൻ പറയുന്നുണ്ട്, നയനമോളെ കൊടുത്തതെന്നറിയില്ലേലും മോളാണല്ലോ ചെയ്തേ, മോളെ വെച്ച് കമ്പയർ ചെയ്യുന്ന മോളെ തന്നെയാണെന്ന് അയാളുണ്ടോ അറിയുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. ഇത് കേൾക്കുന്ന ആദർശം അറിയാം, അമ്മ ചെറുതായിട്ടൊന്ന് തണുത്തിരിക്കുമ്പോഴും അപ്പച്ചിയും ഇളയമ്മയും അനാമികയും എല്ലാവരും കൂടെ വന്ന് അമ്മേനെ തിളപ്പിക്കും, പിന്നെ നയനയ്ക്കെതിരെയാക്കും, പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അത് കഴിയുമ്പോൾ ആദർശനോട് ജയൻ പറയുന്നുണ്ട്, എത്ര നാൾ ഇതൊക്കെ മറച്ചു വെക്കാൻ പറ്റും, ഒരു ദിവസം എല്ലാ സത്യം അയാളോട് പറയണം എന്നിങ്ങനെ പറയുമ്പോൾ ആദർശം അറിയാം, അത് വേണ്ടച്ച, പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞായിരിക്കും അമ്മ ദേഷ്യപ്പെടുന്നത്. ഇതൊക്കെ കേട്ട് അവരിങ്ങനെ പരസ്പരം
ആലോചിച്ചിങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ കാണിക്കുന്നത് മുത്തശ്ശനെയും മുത്തശ്ശിനെയാണ്. അവർ നേരെ ഗോവിന്ദൻ്റെ വീട്ടിലോട്ട് ചെല്ലുവാണ് കേട്ടോ. ഇത് പെട്ടെന്ന് നന്ദു കണ്ടിട്ട് നന്ദു അകത്തോട്ട് ഓടുവാണ്. ഗോവിന്ദൻ മുത്തശ്ശനെയും മുത്തശ്ശിനെയും വീട്ടിലോട്ടൊക്കെ വിളിക്കുവാണ് കേട്ടോ. കനകയും ചെല്ലുന്നുണ്ട് കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി. ആ സമയത്ത് നന്ദി എന്നിട്ട് നയനയോട് പറയുവാണ് ഇവർ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പം നയന പറയുന്നുണ്ട് എങ്ങനെയും എന്തേലും പറഞ്ഞു വിട്, ഞാനിവിടെ ഇല്ലാന്നോ എന്തേലും പറ എന്ന് പറയുക കേട്ടോ. അത് കഴിയുമ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശി അവിടെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും കനകയോട് ചോദിക്കുവാണ് എന്തേ മോളെന്തേ നയനമോൾ എവിടെ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് നന്ദു വന്നിട്ട് പറയുകയാണ് ചേച്ചി ഇവിടെ ഇല്ല, കല്യാണിയുടെ വീട്ടിൽ പോയതാന്ന് പറയാം കേട്ടോ. അപ്പോൾ മുത്തശ്ശനാകെ വിഷമമാവുകയാണ്. മുത്തശ്ശൻ പറയുകയാണ് അവളൊരു കിലുക്കാൻപറ്റി പോലെയായിരുന്നു, അതിലെപ്പോഴും ഓടിക്കളിച്ച് നടക്കും, എപ്പോഴും സന്തോഷവും സമാധാനവും ഉണ്ട് മോള് വീട്ടിലുള്ളപ്പോൾ. മോളെ അവിടെയുള്ള പലർക്കും ഇഷ്ടമല്ലെങ്കിലും എനിക്ക് അവളെ ഭയങ്കര ജീവനാടോ എന്നൊക്കെ പറയുക കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ഗോവിന്ദന് ഒരുപാട് സന്തോഷമാവുകയാണ്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് എനിക്കും അങ്ങനെ തന്നെയാണ്, എൻ്റെ ഭാഗ്യമായിട്ട് തന്നെ ഞാൻ മോളെ കരുതിയിരിക്കുന്നത്. ഞാൻ മോളെ എപ്പോഴും പുകഴ്ത്തി പറയുമ്പോൾ മറ്റ് 2 മക്കളും ചോദിക്കാറുണ്ട് എന്താ ഇങ്ങനെയെന്ന്. അതിന് തക്കതായ കാരണമുണ്ട്. അത്ര നല്ല മനസ്സിന് ഉടമ എൻ്റെ മോള്. പലർക്കും ഇപ്പോഴും അവളെ പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ സാറേ എന്നൊക്കെ പറയൂ കേട്ടോ. ഇതൊക്കെ മൂർത്തി പറയുകയാണ് അത് ശരിയാ, തൻ്റെ ഭാഗ്യത്തെ ഞങ്ങളിങ്ങ് എടുത്തു അത്രേ ഉള്ളൂ എന്നൊക്കെ പറയുക കേട്ടോ. അദ്ദേഹം പറയുന്നുണ്ട് മോളെ കാണാത്തതുകൊണ്ട് ആകെ വിഷമം, കല്യാണിയെ വീട്ടിൽ പോയിട്ട് എപ്പോൾ വരാനാ സാധ്യത എന്നൊക്കെ ചോദിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും നന്ദു പറയുന്നുണ്ട് അത് കുറേ താമസിക്കുമായിരിക്കും, അവർ കാണുമ്പോൾ പൊതുവെ അങ്ങനെയാണ്, വലിയ താമസിച്ചേ വരുള്ളൂ എന്ന് പറയും കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ പറയുക എന്തോ മോളിവിടെ വന്ന് നിൽക്കാൻ വേണ്ടി മോളുടെ അമ്മായിയമ്മ വാശി പിടിച്ചേക്കുന്നു, മോൾക്കും ഇവിടെ നിൽക്കുന്ന സമാധാനവും സന്തോഷവും ആയിരിക്കുമല്ലോ, അപ്പോൾ മോളിന്നും ഇവിടെ നിന്ന് പോകുമെന്നൊരു പേടി കൊണ്ട് വന്നാടോ എന്ന് പറയും കേട്ടോ ഗോവിന്ദനോട്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് സാർ അങ്ങനെയൊന്നും പേടിക്കണ്ട, ആദർശ് മോളെ വേണ്ടാന്ന് പറയുന്ന കാലത്തോളം എന്നും മോൾ അവിടെ ഉണ്ടായിരിക്കും, അത് ഞാൻ ഉറപ്പ് തരാം എന്നൊക്കെ പറയും കേട്ടോ. എന്ന് കേൾക്കുമ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും സന്തോഷമാവുകയാണ്. അവരെന്നിട്ട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുക. എന്നിട്ട് പറയുന്നുണ്ട് മോളെ എന്തായാലും കാണാൻ പറ്റിയില്ല, ഇനി വരുമ്പോഴാട്ടെ എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. അവർ പോയി കഴിയുമ്പോഴേക്കും കനക പെട്ടെന്ന് നന്ദുവിനോട് പറയുന്നുണ്ട് നീ പെട്ടെന്ന് വന്ന് അങ്ങനെ ഒരു കള്ളം പറഞ്ഞത് നന്നായി മോളെ, പണ്ടത്തെ പോലെയല്ല, ഇപ്പം അമ്മയ്ക്ക് മൂർത്തി സാറിനോടൊന്നും കള്ളം പറയാൻ പറ്റില്ല, അതല്ല എൻ്റെ മാനസികാവസ്ഥ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് കയറി പോവാം കേട്ടോ. അത് കഴിയുമ്പോഴേക്കും നന്ദു ഇങ്ങനെ ആകെ കള്ളം പറഞ്ഞല്ലോ എന്നൊക്കെ ഓർത്തിങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ്. അത് കഴിയുമ്പം വണ്ടിയിൽ കയറി കഴിയുമ്പോൾ മുത്തശ്ശി പറയുകയാണ് കല്യാണിയുടെ വീട്ടിലുണ്ട് മോളെന്നല്ലേ പറഞ്ഞേ, കല്യാണീനെ ഒന്ന് വിളിച്ച് അവിടെ ഉണ്ടെങ്കിൽ എന്തായാലും മോളെ കണ്ടിട്ടേ പോകുന്നുള്ളൂ, അതല്ലേ നല്ലതെന്നൊക്കെ ചോദിക്കും കേട്ടോ. ഞാൻ മുത്തശ്ശൻ കല്യാണീനെ വിളിക്കുവാണ്. കല്യാണിയെ വിളിക്കുമ്പോഴേക്കും കല്യാണിയുടെ ഇപ്പോഴത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുക കേട്ടോ. മുത്തശ്ശൻ പറയുവാണ് എല്ലാം ആദർശ് പറഞ്ഞ് ഞാൻ അറിയുന്നുണ്ടായിരുന്നു മോളെ, ഞാനിപ്പോൾ വേറൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്, നയനമോൾ അവിടെ ഉണ്ടെങ്കിൽ മോളൊന്ന് ഫോൺ കൊടുത്തേ നയനമോക്ക് എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുന്ന കല്യാണി ഒന്ന് ഷോക്കാവുകയാണ്. പെട്ടെന്ന് കല്യാണി പറയുകയാണ് നയന ഇവിടെ ഇല്ലല്ലോ മുത്തശ്ശ, ഞാനും അവളെ കണ്ടിട്ട് കുറേ നാളായി എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും മുത്തശ്ശൻ പെട്ടെന്ന് ഷോക്കാവുകയാണ്. ഫോണൊന്നും പറയാതെ കട്ട് ചെയ്യുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് മുത്തശ്ശനിങ്ങനെ ആലോചിച്ചിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.